ഹലോ ഓൾ, അപ്പം എല്ലാവർക്കും ക്രഞ്ചി സ്റ്റോറീസിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് വെൽക്കം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കാട്ടാക്കടയിലെ മത്സ്യകന്യകയുടെ അത്ഭുത ലോകം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവം എന്നറിയാനുള്ളൊരു ടെൻഡൻസി കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ചെന്നപാടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ കുറച്ച് നേരം ക്യൂ നിന്നു. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 70 രൂപയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 70 രൂപയ്ക്ക് നമുക്ക് എന്താണ് കാണാനുള്ളതെന്ന് പോയി നോക്കിയപ്പോൾ ആദ്യം തന്നെ നമ്മളവിടെ കണ്ടത് കുറച്ച് ബേർഡ്സിനെയാണ്. ബേർഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് പാരറ്റിൻ്റെയും കൊക്കറ്റേൻ്റെ വെറൈറ്റീസ്, പിന്നെ അതുപോലെ ഫെസൻറ്റ്, പിന്നെ 1-2 കോഴികളും, പിന്നെ പ്രാവ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കിളികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ്, ഇവരുടെ പല വെറൈറ്റീസാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബേർഡ്സിനെ കണ്ടുകൊണ്ട് നടന്നപ്പോഴാണ് അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് നേരം ഫിഷിനെ കാണാനുണ്ടായിരുന്നു. ഇതുപോലെയുള്ള കളർ ഫിഷസും പിന്നെ ഒരു 6-7 വെറൈറ്റിയിലുള്ള ഫിഷസും നമുക്കവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. അധികം നേരം ഇല്ല, കുറച്ച് ദൂരം മാത്രമേ ഈ ബേർഡ്സിൻ്റെ ഒരു സംഭവം നമുക്കവിടെ കാണാനായിട്ടുണ്ടായിരുന്നുള്ളൂ. മഴയൊക്കെ ആയത് കാരണം തോന്നുന്നു എല്ലാവർക്കും ചെറിയ ഉഷാറ് കുറവൊക്കെ ഉണ്ടായിരുന്നു ബേർഡ്സിനൊക്കെ. എന്നാലും കുഴപ്പമില്ല, അവരവരുടേതായ രീതിയിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കുറച്ച് വെറൈറ്റി എന്ന് പറയുന്നത്, കുറച്ച് വ്യത്യസ്തമായ ഫിഷസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ കൂടെ തന്നെ ഇവർ കുറച്ച് റെപ്റ്റൈൽസിൻ്റെ കുറച്ച് ഐറ്റംസിനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ റെപ്റ്റൈൽസിൻ്റെ ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആമയും പിന്നെ ഈ ബേബി ഇഗ്വാന, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ദൂരം നമുക്ക് ഫിഷസിനെ കാണാനായിട്ട് പറ്റുമായിരുന്നു. ഒരു 2 സെക്ഷൻ അത്രയും നമുക്ക് പറയാനുള്ളൂ അവിടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു സെൽഫി പോയിൻ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ പല എക്സ്പോസിലും കാണുന്നതാണ് ഈ ഒരു പാമ്പിനെ വെച്ചും ഇഗ്വാനെ വെച്ചൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം. പിന്നെ അവിടെ ഒരു പാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിഡ്നേട്ടിനൊരു ഇൻട്രസ്റ്റ് തോന്നി, അതിനെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് തൊട്ട് തലോടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യില്ല, എന്നാലും പേടിയുള്ളൊരു തൊടില്ല, ഇല്ലാത്തവർ തൊടും, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഈ പാമ്പും പിന്നെ അതുപോലെ പാരറ്റ് കണ്ടില്ലേ, ചുറ്റും എന്താണെന്ന് നടക്കുന്നത് പോലും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു ഇത്. പിന്നെ 1-2 കൊക്കറ്റെയിലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ടാണ് നമ്മുടെ മത്സ്യകന്യകയെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഒരു മത്സ്യകന്യക. അപ്പം അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പോയിടത്തൊക്കെ ഒരേ ഒരു മത്സ്യകന്യകയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് 2 പേരെ ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരാളും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും ഒത്തിരി നേരമായിട്ട് ഈ വെള്ളത്തിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ വളരെ കുറവേ ഉള്ളൂവെങ്കിലും ഇവരുടെ ഈ ഒരു ആക്ട് തന്നെയാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അത് നമ്മൾ ഒത്തിരി നേരം നിന്ന് കാണുകയും ചെയ്തു. പിന്നെ ഇത് കൂടാതെ അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മളധികം നോക്കാനായിട്ട് പോയില്ല, കാരണം നമ്മുടെ പ്രധാന ഉദ്ദേശം ഇതായിരുന്നല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളത്രയും എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.